ഓം നമോ ഭഗവതേ തസ്മൈ യത ഏതച്ചിദാത്മകം. എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും എന്തെല്ലാം പ്രയാസങ്ങളുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ രക്ഷ നേടണമെങ്കിൽ തത്വവിചാരം കൊണ്ടല്ലാണ്ട് സാധിക്കില്ല എന്ന് പറയാണ് ഇവിടെ ഗജേന്ദ്രൻ. അത് ബോധിപ്പിക്കുകയാണ്. ഓം നമോ ഭഗവതേ തസ്മൈ യത ഏതച്ചിദാത്മകം. ഭഗവാനെ, ഏതൊരു ചൈതന്യം കൊണ്ടാണോ ഈ ലോകം ഇങ്ങനെ ചൈതന്യവത്തായിട്ട് നിൽക്കുന്നത്, അല്ലെ കുഴപ്പമില്ലാണ്ട് ഈ പ്രപഞ്ചം ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിലൊരു ശക്തി ഉണ്ട്. യഥ ഏതച്ചിദാത്മകം. നമ്മൾ അങ്ങനെയാണ് അനുമാനിക്കുക ചെയ്യുക. ബൾബ് കത്തനുണ്ടെങ്കിൽ കറണ്ട് ഉണ്ട്. കറണ്ട് കണ്ടോ ഇല്ല, പക്ഷെ ഊഹിക്കുകയാണ്. അങ്ങനെ ഊഹിച്ച് മനസ്സിലാക്കുകയാണ്. യഥ ഏതച്ചിദാത്മകം പുരുഷായ. ആ പരമപുരുഷന്, ആ മഹാശക്തിക്ക് നമസ്കാരം. പക്ഷെ എന്നിട്ടും ഈ പ്രപഞ്ചം കണ്ടിട്ടും ഈശ്വരൻ ഉണ്ടോ ചോദിക്കുന്നവരുണ്ട്. അവരെ കാണുമ്പോഴാണ് അത്ഭുതമാവുക. ഈ കാണുന്നതൊക്കെ കണ്ടിട്ടും ഈശ്വരൻ ഉണ്ടോ ചോദിക്കണത് എങ്ങനെയാ? ഈശ്വരൻ ഉള്ളതുകൊണ്ടല്ലേ ഇതൊക്കെ അങ്ങനെ. സൂര്യൻ ഉദിക്കണത്, നീ പോട്ടെ, സൂര്യൻ ഉദിക്കണില്ലെങ്കിൽ ഭൂമി തിരിയണുണ്ടല്ലോ. ആരാതിരിക്കണത്? അത് ഈ ശക്തിയാണ്. എന്നിട്ടും ചിലർ ഈശ്വരൻ ഇല്ല എന്ന് പറയും. അതേതുപോലെ ചോദിച്ചാൽ രാമകൃഷ്ണദേവൻ പറയും, അത് നടുറോട്ടിൽ ഇറങ്ങിയിട്ട് നാവില്ല പറയണത് പോലെയാ. എന്താണ് നടുറോട്ടിൽ ഇറങ്ങി നിന്നിട്ട് എന്ത് പറയണം? ആള് കേൾക്കാൻ, എനിക്ക് നാവില്ല, എനിക്ക് നാവില്ല, അതാണ് സത്യം, എല്ലാവരും കേട്ടോളൂ, എനിക്ക് നാവില്ല. ആളൊന്നും മറുപടി പറയാൻ പോവില്ല. നാവുള്ളതുകൊണ്ടാണ് ഇയാൾ ഈ പറയണത് എന്താ നാവില്ല നാവില്ല. ഇതുപോലെ ഈശ്വരൻ ഇല്ല എന്ന് പറയണത് എന്തുകൊണ്ടാണ്? അയാളുള്ളിൽ പറയിപ്പിക്കണത് ആരാ? ആ ശക്തി ആരാ? അത് ഈശ്വരനല്ലേ. ഈശ്വരൻ ഉള്ളതുകൊണ്ടല്ലേ മിണ്ടാൻ പറ്റണത്. ഈശ്വരൻ ഇല്ല എന്ന് പ്രസംഗിക്കുന്നവനും ശക്തി കൊടുക്കുന്നത് ഭഗവാനാണ്. അതാണ് യഥ ഏതച്ചിദാത്മകം പുരുഷായ ആദിബീജായ. ആ പരമാത്മാവിന് നമസ്കാരം. യസ്മിന്നിദം യതശ്ചേദം യേനേദം യ ഇദം സ്വയം. എങ്ങനെയാണ് ബ്രഹ്മത്തെ കണ്ടെത്തുക? എങ്ങനെയാ വിചാരം ചെയ്യുക? അത് പറയാണ്. യസ്മിന്നിദം. കണ്ണു തുറന്നാൽ പലതും കാണുന്നുണ്ട്. അപ്പൊ ആലോചിക്കുക, യസ്മിന്നിദം എവിടുന്ന് വന്നു? ഇതൊക്കെ എവിടുന്ന് വന്നു? യസ്മിന്നിദം യതശ്ചേദം. ഇതൊക്കെ എവിടേക്കാ ചെന്ന് ലയിക്കണത്? ജീവജാലങ്ങൾ ഉണ്ടാവണുണ്ടല്ലോ. ഇത് എവിടുന്നുണ്ടായി? ഇത് എന്തിലേക്ക് ചെന്ന് ലയിക്കുന്നു? ഇനി ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എവിടെ നിൽക്കുന്നു? ഇനി സൂക്ഷ്മമായിട്ട് നോക്കിയാൽ രണ്ടില്ലല്ലോ എന്നാണ്. ഒക്കെ ഒന്ന് തന്നെയല്ലേ എന്ന് ബോധ്യമാവും. ഏതുപോലെ തിരമാല എവിടുന്നാണ് ഉണ്ടായത്? എന്താ ഉത്തരം? കടലിൽ നിന്ന്. തിരമാല എവിടുന്നാണ് ഉണ്ടായത്? കടലിൽ നിന്ന്. എവിടെയാണ് നിൽക്കുന്നത്? കടലിൽ. എവിടേക്കാ പോണത്? കടലിലേക്ക് അല്ലേ? അതെ. ഒന്നുകൂടി ആലോചിച്ചാൽ കടൽ വേറെ തിരമാല വേറെ ഉണ്ടോ? ഇല്ലട്ടോ. അതന്നെയാണ്. ഈ പ്രപഞ്ചം വേറെ ഭഗവാൻ വേറെ എന്നില്ല. പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി? ഭഗവാനിൽ നിന്ന്. ഇപ്പം നിൽക്കുന്നത് എവിടെയാ? ഭഗവാനിൽ. എവിടേക്ക് ചെന്ന് ലയിക്കുന്നു? ഭഗവാനിൽ. ഭഗവാനിലേക്ക്. ഇനി ഒന്ന് ആലോചിച്ചാൽ പ്രപഞ്ചം വേറെ ഭഗവാൻ വേറെ എന്നില്ല. ഇതന്നെ ഭഗവാൻ ഇതാണ്. വിളക്ക് എവിടെ നിന്നുണ്ടായി? ഓടുന്നു. എവിടെയാണ് നിൽക്കുന്നത്? ഓടിൽ തന്നെ. എവിടേക്ക് ലയിക്കുന്നു? ഓടിലേക്ക്. ഓട് വിളക്ക് രണ്ടുണ്ടോ? ഇല്ല. ഇതാണ് വിചാരം ചെയ്യുക. ഇങ്ങനെ വിചാരം ചെയ്യുമ്പം ശരീരം മനസ്സ് നിന്ന് വേറെ വേറെ ഇല്ല. അതിനോടുള്ള മമത കൊണ്ടാണ് ദുഃഖം ഉണ്ടാവുന്നത്. ഉള്ളത് ഈശ്വരൻ മാത്രം എന്ന് ബോധ്യവും. യസ്വാത്മനീതം നിജമായ യാർപ്പിതം. പലതായിട്ട് തോന്നുന്നതും ഭ്രമിക്കുന്നതും, ചിലതിനോട് ഇഷ്ടവും ചിലതിനോട് അനിഷ്ടവും, ചിലതിനോട് ഒട്ടല് രാഗം, ചിലതിനോട് ദ്വേഷം, ഇതൊക്കെ തോന്നാൻ കാരണം എന്താ? മായ ആണ്. ആ മായ നീങ്ങാൻ എന്താ വഴി? ഭഗവാനെ ആശ്രയിക്കുക, വേറെ വഴിയില്ല. ഇതറിയില്ലെങ്കിൽ ദേവന്മാർ പോലും ക്ലേശിക്കും, ഋഷിമാർ പോലും ക്ലേശിക്കും. ഭഗവാനെ പറ്റി നാവ് കൊണ്ട് പറയാൻ സാധിക്കില്ല. നമോ ഗിരാം വിദൂരായ. നാവ് കൊണ്ട് പറയാൻ പറ്റില്ല. പക്ഷെ നാവിന് പലതും പറയാൻ പറ്റുന്നത് ഈശ്വരനുള്ളതുകൊണ്ടാണ്. മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ മനസ്സിന് പലതും ചിന്തിക്കാൻ സാധിക്കുന്നത് മനസ്സിൻ്റെ പിന്നിൽ ഈ ഭഗവാനുള്ളത് കൊണ്ടാണ്. കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണ് അതിനു കണ്ണായ. ഈ കാണുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത് കണ്ണുള്ളതുകൊണ്ടാണ്. കണ്ണ് മാത്രമുള്ളതുകൊണ്ട് കാണാൻ പറ്റുമോ? ശവത്തിന് കണ്ണുണ്ട്, കാണുമോ? ഇല്ല. പിന്നിൽ ആര് വേണം? മനസ്സ് വേണം. മനസ്സ് വേണമെങ്കിൽ എന്ത് വേണം? മനസ്സിൻ്റെ പിന്നിൽ ബോധം ആണ്. അതിന് കണ്ണില്ല, അതിൻ്റെ പിന്നിൽ ആരുമില്ല. അതന്നെയാണ് എല്ലാത്തിനും കാരണം.